നമസ്കാരം. 2024 എന്ന പുതുവർഷത്തിൽ പൂരാടം നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. അവർക്ക് സംഭവിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. എന്നാൽ ഇതൊരിക്കലും സമ്പൂർണമായ പുതുവർഷ ഫലമല്ല. സമ്പൂർണ്ണ പുതുവർഷ ഫലം പൂരാട നക്ഷത്രക്കാരുടെ പിന്നീട് ഒരു വീഡിയോയായി ചെയ്യുന്നതാണ്. ഈ വീഡിയോയിലൂടെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. 2024 എന്ന പുതുവർഷം അടുത്തിരിക്കുകയാണ്. ഏറി വന്നാൽ കഷ്ടിച്ച് 15 ദിവസമുണ്ട് എന്ന് തന്നെ പറയാം. അതിനാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രധാനമായും ഇവർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നു എന്ന സവിശേഷമായ കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. ഗുണഫലങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതാകുന്നു. ആഗ്രഹിച്ച ജോലി ഇവരുടെ ജീവിതത്തിലേക്ക് തേടി വരും. അത് വിദേശത്തേക്കാണ് എങ്കിൽ പോലും അനുകൂലമാണ് സമയം. അതിനാൽ തന്നെ വിദേശത്ത് പോലും ജോലി ലഭിക്കാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാകുന്നു. സർക്കാർ ജോലി പോലും ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ വിദ്യ, വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇവർക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സമയം കൂടിയാണ് 2024. വിദ്യയിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒഴിയും. നിങ്ങൾക്ക് അനുകൂലമായ ബന്ധം 2024 വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ വിവാഹത്തിനായി ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യവും ഓർത്തിരിക്കുക. എടുത്തുചാട്ടം അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. എടുത്തുചാട്ടം കുറച്ചാൽ അനേകം ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർത്തിരിക്കുക. കുടുംബപരമായി നോക്കുകയാണ് എങ്കിൽ അല്പം സമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ, കലഹങ്ങൾ ഇവ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർത്തിരിക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില സ്വത്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പാരമ്പര്യ സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ പാരമ്പര്യ സ്വത്ത് ലഭിക്കുകയും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരാനുള്ള സാധ്യത 2024 എന്ന പുതുവർഷത്തിൽ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ വിവാഹം നടക്കുക തന്നെ ചെയ്യും. അതിനാൽ ഈ സമയം വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾക്ക് തീർച്ചയായും അല്പം വേഗത കൂട്ടുക. വിവാഹമേ നടക്കില്ല എന്ന ചിന്താഗതിയൊക്കെ ചിലർക്ക് വന്ന് ചേർന്നിരിക്കാം എന്ന് തന്നെ പറയാം. എന്നാൽ ആ ചിന്തകളൊക്കെ മാറ്റിവെച്ച് വിവാഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുക. വിജയം കാണും. വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ചില തട്ടിപ്പുകൾക്ക് ഇരയാകുവാൻ സാധ്യത കാണുന്നു. അതിനാൽ തന്നെ ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് നീക്കേണ്ടതാകുന്നു. ധനപരമായ ചില ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അപ്രതീക്ഷിത ധനഭാഗ്യമാകാം, അല്ലെങ്കിൽ തൊഴിൽപരമായ നേട്ടങ്ങളാകാം. ബിസിനസ് പരമായ ഉയർച്ചയും പ്രതീക്ഷിക്കാവുന്നതാണ്. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അഥവാ നിരവധിയാർന്ന യാത്രകൾ ഈ വർഷം ചെയ്യേണ്ടതായി നിങ്ങൾക്ക് വരുന്നതാകുന്നു. വളരെ ആഗ്രഹിക്കുന്ന, നിങ്ങൾ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ചില യാത്രകൾക്ക് ഈ സമയം സാധ്യത വളരെ കൂടുതലാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്നു. ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനാൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന കാര്യങ്ങൾ പോലും ഈ വർഷം സംഭവിക്കാവുന്നതാകുന്നു. ഇഷ്ടദേവതയെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. നിത്യവും പ്രാർത്ഥിക്കുക, മന്ത്രങ്ങൾ ജപിക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തുക. അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ദേവതയെ ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല. കുടുംബക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലോ ദർശനം നടത്തുക എന്ന സവിശേഷമായ കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. തീർച്ചയായും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ഈ സമയം ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്നുകൂടി അറിയുക. സന്താന സൗഖ്യം ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു.
ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ ഈ വർഷം നടക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം അത്തരം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും വിജയം കാണും എന്ന കാര്യവും ഓർത്തിരിക്കുക. ലോൺ പോലുള്ള കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ ലോൺ ലഭിക്കാനുള്ള സാധ്യത ഈ വർഷം വളരെ കൂടുതൽ തന്നെയാകുന്നു. ചിട്ടി പോലുള്ള കാര്യങ്ങൾ വിളിച്ചെടുക്കുവാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യുവാൻ ഇതിലൂടെ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. ആരോഗ്യപരമായി നോക്കുകയാണ് എങ്കിൽ പൊതുവെ തൃപ്തികരം എന്ന് തന്നെ പറയാം. രോഗങ്ങൾ വന്നാൽ പെട്ടെന്ന് മാറാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ ഏത് ചെറിയ രോഗമാണ് എങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും വച്ചുകൊണ്ട് ഇരിക്കാൻ പാടുള്ളതല്ല. ഉടനെ തന്നെ ചികിത്സ നേടുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് തന്നെയാകുന്നു. അല്ലെങ്കിൽ അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും എന്ന കാര്യവും ഓർത്തിരിക്കുക. ഭാഗ്യക്കുറി, ലോട്ടറി പോലുള്ള കാര്യങ്ങൾ ഈ സമയം ലഭിക്കാനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാകുന്നു. അതിനാൽ പൂരാട നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഭാഗ്യക്കുറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഒന്നും അമിതമാകരുത് എന്ന കാര്യവും ഓർത്തിരിക്കുക. അത് നിങ്ങൾക്ക് ദോഷമേ വരുത്തൂ. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അംഗീകാരങ്ങൾ തേടി എത്താവുന്നതാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് അംഗീകാരങ്ങൾ തേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരം തന്നെയാണ് ഇത്. അതുമായി ബന്ധപ്പെട്ട് അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക. കഠിന പ്രയത്നങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം തടസ്സങ്ങൾ കൂടാതെ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളുമല്ല, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാകുന്നു. പൊതുവെ നിങ്ങൾക്ക് നോക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വർഷം തന്നെയാകുന്നു. ധനപരമായ കാര്യങ്ങൾക്ക് നൽകേണ്ടതാകുന്നു. കാരണം ചെലവ് അല്പം വർദ്ധിക്കുവാനും അതുമൂലം ധനനഷ്ടം സംഭവിക്കാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. എടുത്തുചാട്ടം മൂലം ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് 2024 എന്ന പുതുവർഷത്തിൽ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും.